ഗസയിലേക്കുള്ള ദുരിതാശ്വാസ സഹായം തുടർന്ന് കുവൈറ്റ്. ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും അടങ്ങുന്ന 40 ടൺ സഹായവുമായി 48ാമത് വിമാനം ജോർദാനിലെത്തി. അമാനിലെ മാർക്ക അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ഗസയിലേക്ക് സഹായ വസ്തുക്കൾ എത്തിക്കുമെന്ന് അൽ സലാം സൊസൈറ്റി ഫോർ ഹ്യൂമാനിറ്റേറിയൻ അറിയിച്ചു. ക്രൂരമായ ഇസ്രായേലി ആക്രമണവും പട്ടിണിയും കാരണം ഫലസ്തീൻ ജനത വലിയ ദുരിതത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് ജോർദാനിലെ കുവൈറ്റ് അംബാസഡർ ഹമദ് അൽ മറി പറഞ്ഞു. കുവൈറ്റ് റിലീഫ് ബ്രിഡ്ജ് സുഗമമാക്കുന്നതിന് കുവൈറ്റിലും ജോർദാനിലുമുള്ള അധികാരികൾ നടത്തിയ എല്ലാ ശ്രമങ്ങൾക്കും അംബാസഡർ നന്ദിയും അഭിനന്ദനവും അറിയിച്ചു. ടൈം എക്സ്പ്രസ് കാർഗോ, വിശുദ്ധിയുടെ വാതിൽ. Brought to you by Time Express Cargo, a division of M Group. Call toll free 8002-746. കേരളത്തിൽ നാളെ റമദാൻ 1. പൊന്നാനിയിൽ മാസപ്പിറ കണ്ടതിനാൽ നാളെ റമദാൻ വ്രതം തുടങ്ങുമെന്ന് വിവിധ ഖാദിമാർ അറിയിച്ചു. പുണ്യമാസം പിറന്നതോടെ തറാബീഹ് നമസ്കാരവുമായി പള്ളികളും സജീവമായി. മലപ്പുറം പൊന്നാനി കടപ്പുറത്ത് മാസപ്പിറ കണ്ടതായുള്ള വിശ്വാസയോഗ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ റമദാൻ 1 ഖാദിമാർ അറിയിച്ചത്. റമദാൻ 1 നാളെ ചൊവ്വാഴ്ചയായി പ്രഖ്യാപിക്കുന്നു. അത് ഉറപ്പിച്ചതായിട്ട് വിവരം അറിയിക്കുകയാണ്. റമദാൻ വ്രതം നാളെ തുടങ്ങുമെന്ന് തിരുവനന്തപുരം പാളയം ഇമാം VP സുഹൈബ് മൗലവിയും അറിയിച്ചു. പൊന്നാനിയിൽ പിറകണ്ടതായ വിവരം സ്ഥിരീകരിച്ചതിനാൽ നാളെ റമദാൻ 1 പ്രഖ്യാപിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖാദിമാരായ സയ്യിദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ, മുഹമ്മദ് കോയ തങ്ങൾ, ജമലുലൈലി, തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി, വിസ്റ്റം ഹിലാൽ വിങ് തുടങ്ങിയവരും നാളെ റമദാൻ 1 അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ മാസപ്പിറ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളിൽ റമദാൻ വ്രതം ഇന്ന് തുടങ്ങിയിരുന്നു. പുണ്യമാസം പിറന്നതോടെ ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പാതയിലാണ് വിശ്വാസി സമൂഹം. വിവിധ ബ്യൂറോകൾക്കൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1, കോഴിക്കോട്. റമദാനിൽ പ്രവർത്തന സമയത്തിൽ ക്രമീകരണവുമായി ദോഹ എക്സ്പോ. വൈകുന്നേരം 6 മണി മുതലാണ് ദോഹ എക്സ്പോയിലേക്ക് സന്ദർശനം അനുവദിക്കുക. പുലർച്ചെ 1 മണിവരെ എക്സ്പോ വേദി സജീവമായിരിക്കും. എക്സ്പോയുടെ ഇന്റർനാഷണൽ, കൾച്ചറൽ, ഫാമിലി സോണുകളിൽ റമദാനോടനുബന്ധിച്ച് വിവിധ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സൗദിയിലെ ജിദ്ദയെ ലോകാരോഗ്യ സംഘടന ആരോഗ്യ നഗരമായി പ്രഖ്യാപിച്ചു. ആരോഗ്യകരവും പാരിസ്ഥിതികവുമായ സമൂഹം കെട്ടിപ്പടുക്കുന്നതിനായി നടത്തിയ ശ്രമങ്ങളുടെ ഫലമാണ് അംഗീകാരം. ആരോഗ്യമന്ത്രിയിൽ നിന്നും മക്ക മേഖല ഡെപ്യൂട്ടി ഗവർണർ അംഗീകാര സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യകരവും പാരിസ്ഥിതികവുമായ സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുമായി നടത്തിയ ശ്രമങ്ങളുടെ ഫലമായാണ് ലോകാരോഗ്യ സംഘടനയിൽ നിന്നും ജിദ്ദ നഗരത്തിന് ആരോഗ്യ നഗരം എന്ന അംഗീകാരം ലഭിച്ചത്. 1.5 വർഷത്തോളമായി നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇതിനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരോഗ്യമന്ത്രി ഫഹദ് ജലാജലിൽ നിന്ന് മക്ക ഡെപ്യൂട്ടി ഗവർണർ അമീർ സൗദ് ബിൻ മിഷ്അൽ അംഗീകാര സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. എല്ലാ മേഖലകളിലും പ്രാദേശിക ആഗോളതലങ്ങളിലും നേട്ടം കൈവരിക്കാൻ രാജ്യം നൽകുന്ന പിന്തുണക്ക് സൗദി ഭരണാധികാരി സൽമാൻ രാജാവിനും കിരീടാവകാശിക്കും ഡെപ്യൂട്ടി ഗവർണർ നന്ദി അറിയിച്ചു. മക്ക മേഖല ഗവർണർ ഖാലിദ് അൽ ഫൈസൽ രാജകുമാരന്റെ നേരിട്ടുള്ള നിരീക്ഷണങ്ങളുടെയും തുടർ നടപടികളുടെയും ഫലമാണ് ഈ നേട്ടമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടാതെ ജിദ്ദ നഗരത്തിന് ഈ നേട്ടം കൈവരിക്കാൻ സഹകരിക്കുകയും പ്രയത്നിക്കുകയും ചെയ്ത സ്ഥാപനങ്ങളെയും വ്യക്തികളെയും അദ്ദേഹം പ്രശംസിച്ചു. മീഡിയ 1, ജിദ്ദ. ആഗോള അഴിമതി പെർസെപ്ഷൻ ഇൻഡെക്സിൽ മികച്ച നേട്ടം കൈവരിച്ച കുവൈറ്റ്. കഴിഞ്ഞ ദിവസം ട്രാൻസ്പാരൻസി ഇന്റർനാഷണൽ പുറത്തിറക്കിയ അഴിമതി പെർസെപ്ഷൻ സൂചികയിൽ കുവൈറ്റ് 22 റാങ്കുകൾ മെച്ചപ്പെടുത്തിയതായി കുവൈറ്റ് ആന്റി കറപ്ഷൻ അതോറിറ്റി ചെയർമാൻ അബ്ദുൽ അസീസ് അൽ ഇബ്രാഹിം അറിയിച്ചു. അഴിമതി തടയുന്നതിനുള്ള തന്ത്രങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ചേർന്ന സുപ്രീം കമ്മിറ്റിയുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതിക്കെതിരെ ശക്തമായ പോരാട്ടത്തിലാണ് രാജ്യമെന്നും അദ്ദേഹം പറഞ്ഞു. അബുദാബിയിലെ 13 സ്ഥാപനങ്ങൾക്ക് ഗ്രീൻ ഇൻഡസ്ട്രി ലേബൽ സമ്മാനിച്ചു. പരിസ്ഥിതി സൗഹൃദ നടപടികൾ കണക്കിലെടുത്താണ് അബുദാബി പരിസ്ഥിതി ഏജൻസി അംഗീകാരം നൽകിയത്. 2025-നകം കാർബൺ രഹിത അന്തരീക്ഷം എന്ന ലക്ഷ്യം കൈവരിക്കാൻ UAE നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നൽകിയത്. കനത്ത മഴയ്ക്ക് പിന്നാലെ ദുബായ്, അബുദാബി, റാസൽ ഖൈമ, ഷാർജയടക്കം വിവിധ എമിറേറ്റുകളിൽ ഇന്ന് വെളുപ്പിന് ദൃശ്യമായത് കനത്ത മൂടൽമഞ്ഞ്. വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷം മൂടിക്കെട്ടിയതോടെ ഡ്രൈവർമാരോട് ജാഗ്രത പാലിക്കാൻ അധികൃതർ നിർദ്ദേശിച്ചു. മണിക്കൂറുകൾ നീണ്ടുനിന്ന മൂടൽമഞ്ഞിൽ വാഹനഗതാഗതം പലയിടങ്ങളിലും ദുഷ്കരമായി.
അബുദാബിയിലെ പ്രധാന പാതകളിലെല്ലാം പോലീസ് വേഗപരിധി 80 കിലോമീറ്ററാക്കി കുറച്ചു. റോഡിൽ കനത്ത ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. രാവിലെ 6 മണിയോടെ ഡ്രൈവർമാർക്ക് മൊബൈലിൽ താൽക്കാലിക വേഗപരിധി പാലിക്കണമെന്ന സന്ദേശവും ലഭിച്ചു. രാവിലെ 10 മണിവരെയാണ് അപകടകരമായ സാഹചര്യം ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചത്. തുടർന്ന് അന്തരീക്ഷം തെളിയുകയും ചെയ്തു. അതേസമയം നാളെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വീണ്ടും പ്രതികൂല കാലാവസ്ഥ തുടർന്നേക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ അപകടകരമായ സാഹചര്യം നിലവിലില്ല. പ്രധാനമായും വടക്കൻ എമിറേറ്റുകളിൽ നേരിയ തോതിൽ മഴ ലഭിച്ചേക്കും. മീഡിയ 1 ദുബൈ. വാർത്തയിലേക്ക്. കുവൈറ്റിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുള്ള പത്രികാ സമർപ്പണം തുടരുന്നു. ഇന്ന് 10 പേർ കൂടി നോമിനേഷൻ നൽകിയതോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരുടെ എണ്ണം 204 ഇതിൽ 6 വനിതാ സ്ഥാനാർത്ഥികളാണുള്ളത്. ബുധനാഴ്ച വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയം. രാഷ്ട്രീയ പ്രവർത്തകരും ഗോത്രങ്ങളും സ്ഥാനാർത്ഥി നിർണയത്തിന്റെയും പത്രികാ സമർപ്പണത്തിന്റെയും തിരക്കിലാണ്. ഏപ്രിൽ 4-നാണ് ദേശീയ അസംബ്ലി തെരഞ്ഞെടുപ്പ്. അസംബ്ലി അംഗം ഭരണഘടനാ ലംഘനം നടത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ദേശീയ അസംബ്ലി പ്രത്യേക അധികാരം ഉപയോഗിച്ച് അമീർ പിരിച്ചുവിട്ടതോടെയാണ് പുതിയ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. റമദാനിൽ ദർബ് ട്രാഫിക് ടോൾ സംവിധാനത്തിൽ സമയക്രമീകരണം നടത്തിയതായി അബുദാബി സംയോജിത ഗതാഗത കേന്ദ്രം അറിയിച്ചു. തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 8 മുതൽ 10 വരെയും ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെയുമായിരിക്കും ഫീസ് ഈടാക്കുക. ഞായറാഴ്ച ടോൾ പിരിവുണ്ടാവുകയില്ല. അതേസമയം പൊതു പാർക്കിംഗ് സേവനങ്ങൾക്ക് റമദാനിൽ മാറ്റമില്ല. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8 മുതൽ അർദ്ധരാത്രി 12 വരെയാണ് പാർക്കിംഗ് ഫീസ് ഈടാക്കുക. ഞായറാഴ്ച പാർക്കിംഗ് സൗജന്യമാണ്. റമദാനോടനുബന്ധിച്ച് റോയൽ ഒമാൻ പോലീസിന്റെ പ്രവൃത്തി സമയം പ്രഖ്യാപിച്ചു. ഞായറാഴ്ച മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയായിരിക്കും ഔദ്യോഗിക ജോലി സമയം. ഇക്കാര്യം റോയൽ ഒമാൻ പോലീസ് ഡയറക്ടറേറ്റ് ഓഫ് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഫർമേഷൻ അറിയിച്ചു. എന്നാൽ റോയൽ ഒമാൻ പോലീസ് സ്റ്റേഷനുകൾ പതിവ് പോലെ പ്രവർത്തിക്കും. റമദാനോടനുബന്ധിച്ച് തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകിയ ആഭ്യന്തര പ്രതിരോധ മന്ത്രാലയങ്ങൾ. തടങ്കലിലായ പോലീസ് സൈനിക ഉദ്യോഗസ്ഥർക്കാണ് മോചനം പ്രഖ്യാപിച്ചത്. പ്രതിരോധ മന്ത്രിയും ആക്ടിംഗ് ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൌദ് അസബാഹിന്റെ നിർദ്ദേശപ്രകാരമാണ് മാപ്പ് നൽകിയത്. ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ബന്ദർ അൽ മുസയും ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് സലേം നവാഫ് അഹമ്മദ് അസബാഹ് മോചന ഉത്തരവ് പുറപ്പെടുവിച്ചു. കുവൈറ്റ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഖുറാൻ ലേണിംഗ് സ്കൂൾ ഓൺലൈൻ മത്സരം സംഘടിപ്പിക്കുന്നു. റമദാൻ 1 മുതൽ അവസാനം വരെ വിവിധ വിഷയങ്ങൾ ആസ്പദമാക്കിയാണ് മത്സരം നടത്തുക. കഴിഞ്ഞ വർഷം നടത്തിയ മത്സരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നായി 1000-ലധികം പേർ പങ്കെടുത്തിരുന്നു. മത്സരത്തിൽ ഓരോ ദിവസത്തെയും വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്യും. കുവൈറ്റിന് പുറമെയുള്ളവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. വാട്സ്ആപ്പ് വഴിയാണ് ഉത്തരങ്ങൾ അയക്കേണ്ടതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുവൈറ്റിലെ മുബാറക് അൽ കബീർ തുറമുഖ പദ്ധതിക്ക് 186 ദശലക്ഷം ദിനാർ അനുവദിച്ചു. 24 ബർത്തുകളും 8.1 ദശലക്ഷം യൂണിറ്റ് കണ്ടെയ്നർ ശേഷിയുമുള്ള പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതിയാണ് മുബാറക് അൽ കബീർ തുറമുഖം. പദ്ധതി പൂർണ്ണമായും നടപ്പിലാകുന്നതോടെ ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാകും. വിദേശ നിക്ഷേപം ആകർഷിക്കുവാനും പ്രാദേശിക സംരംഭങ്ങളെ ശക്തിപ്പെടുത്തുവാനും പുതിയ പദ്ധതി സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. വിഷൻ 2035ന്റെ ഭാഗമായി നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. കാർഗോ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ എം ഗ്രൂപ്പ് കൂടുതൽ വിപുലീകരണത്തിലേക്ക്. ഇതിന്റെ ഭാഗമായി പുതിയ 2 ബ്രാഞ്ചുകൾ അബുദാബിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഗൾഫിൽ കൂടുതൽ ബ്രാഞ്ചുകൾ വൈകാതെ തുറക്കാനും എം ഗ്രൂപ്പിന് പദ്ധതിയുണ്ടെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. അബുദാബി ഇലക്ട്ര സ്ട്രീറ്റിലും ഷാബിയ 10-ലുമാണ് എം ഗ്രൂപ്പിന് ചുവടെയുള്ള 123 കാർഗോയുടെ പുതിയ ബ്രാഞ്ചുകൾ ആരംഭിച്ചത്. പാണക്കാട് സയ്യിദ് അസീൽ അലി ശിഹാബ് തങ്ങൾ ബ്രാഞ്ചുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സിംസാറുൽ ഹക്ക് ഉദവി മുഖ്യാതിഥിയായിരുന്നു. എം ഗ്രൂപ്പ് ചെയർമാൻ മുനീർ കാവുങ്ങൽ പറമ്പിലിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. എം ഗ്രൂപ്പ് മാനേജർ സമീർ കാവുങ്ങൽ പറമ്പ്, മാനേജർ മഷൂദ്, ബ്രാഞ്ച് മാനേജർമാരായ നിസാം, മുസവ്വീർ, ഹാഷിം എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. എം ഗ്രൂപ്പിന് ചുവടെ കൂടുതൽ ബ്രാഞ്ചുകൾ ആരംഭിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചതായും ഈ വർഷം തന്നെ 5 പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാൻ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായും എം ഗ്രൂപ്പ് ചെയർമാൻ മുനീർ കാവുങ്ങൽ പറമ്പിൽ അറിയിച്ചു. ഗ്രൂപ്പിന്റെ കീഴിലുള്ള UAE-ലെ 13ാമത്തെ ബ്രാഞ്ചാണ് ഇപ്പോൾ ഇന്ന് ഇലക്ട്രയിൽ ഓപ്പൺ ആയിരിക്കുന്നത്. ഈ ഒരു മാസം അവസാനമായിട്ടും അടുത്ത മാസം ഫസ്റ്റ് വീക്കായിട്ടും ഒരു 5 ബ്രാഞ്ച് ടോട്ടൽ പ്ലാനിംഗ് ഉണ്ട്. എം ഗ്രൂപ്പിന് കീഴിലുള്ള ജബലാലി 2 ബ്രാഞ്ച്, സത്വ ആൻഡ് ബർദുബായ് അല്ലാതെ 5 ബ്രാഞ്ചിന്റെ പ്ലാനിംഗ് ആണ്. അബുദാബി ബ്രാഞ്ചുകളുടെ ഉദ്ഘാടന ഭാഗമായി എയർ സീ കാർഗോ നിരക്കുകളിൽ വൻ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മുനീർ കാവുങ്ങൽ പറമ്പിൽ വ്യക്തമാക്കി.
TR സർവീസ് മുഖേന കാർഗോ അയക്കുമ്പോൾ 1 കിലോയ്ക്ക് 2 ദിർഹത്തിന് അയക്കാവുന്ന ഓഫർ അബുദാബി ബ്രാഞ്ചുകളിൽ ഒരുക്കിയതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു. അബുദാബി ബ്രാഞ്ചുകളുടെ ഉദ്ഘാടന ദിവസം പ്രവചന മത്സരത്തിലൂടെ വിജയിയായ മുഹമ്മദ് റഫീഖിന് 65-ഇഞ്ച് TV സമ്മാനമായി കൈമാറി. പിന്നിട്ട് 27 വർഷങ്ങളായി മിഡിൽ ഈസ്റ്റിലെ കാർഗോ രംഗത്ത് ഏറെ സജീവമാണ് എം ഗ്രൂപ്പ്. മീഡിയ 1 അബുദാബി. ഖത്തറിലെ പ്രമുഖ കാർഗോ സർവീസായ ഗുഡ്വിൽ കാർഗോ റവാബി ഹൈപ്പർ മാർക്കറ്റുമായി ചേർന്ന് ഉപഭോക്താക്കൾക്ക് റമദാൻ സ്പെഷ്യൽ ഓഫറുകൾ ഒരുക്കുന്നു. ധാരണയനുസരിച്ച് റവാബി ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഗുഡ്വിൽ കാർഗോ വഴി കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ നാട്ടിലേക്ക് അയക്കാം. സീ കാർഗോയ്ക്ക് 4.5 ഖത്തർ റിയാലാണ് നിരക്ക്. ഏപ്രിൽ 4 വരെയാണ് ഓഫർ ലഭിക്കുക. ലോഞ്ചിംഗ് ചടങ്ങിൽ ഗുഡ്വിൽ കാർഗോ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് നൌഷാദ് അബു, റവാബി ഗ്രൂപ്പ് ജനറൽ മാനേജർ കണ്ണുബക്കർ തുടങ്ങിയവർ പങ്കെടുത്തു. കുറുക്കുവഴിയായി വർഗീയത മാറിയെന്ന് സാമൂഹ്യ പ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ റാസിഖ് റഹീം ഈരാറ്റുപേട്ട. കേരളത്തിൽ പോലും ഇത്തരം കൂട്ടുകെട്ടുകൾ ശക്തിപ്പെട്ടു വരികയാണ്. പൂഞ്ഞാറിൽ ക്രിസ്ത്യൻ പുരോഹിതനെ മുസ്ലിം കുട്ടികൾ വാഹനം കയറ്റി കൊല്ലാൻ ശ്രമിച്ചുവെന്ന വ്യാജ വാർത്തയ്ക്ക് കിട്ടിയ സ്വീകാര്യത അതിന്റെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. സൗദിയിലെ ജുദയിൽ ജമിയത്തുൽ അൻസാർ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്മായിൽ വേങ്ങര, അൻവർ വടക്കാങ്ങര, മനാഫ് ഐക്യരപ്പടി എന്നിവർ സംസാരിച്ചു. KMCC ഖത്തർ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹൈദരലി ശിഹാബ് തങ്ങൾ അഹമ്മദ് അനുസ്മരണം സംഘടിപ്പിച്ചു. മുൻ MLA TA അഹമ്മദ് കബീർ അനുസ്മരണ പ്രഭാഷണം നടത്തി. KMCC ഖത്തർ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ സമദ് അധ്യക്ഷത വഹിച്ചു. ഉപദേശക സമിതി വൈസ് ചെയർമാൻ PV മുഹമ്മദ് മൗലവി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം നാലകത്ത് സ്വാഗതവും ട്രഷറർ PSM ഹുസൈൻ നന്ദിയും പറഞ്ഞു. ദമാം സമസ്ത ഇസ്ലാമിക് സെന്ററിന്റെ പുതിയ ഓഫീസ് പ്രവർത്തന സജ്ജമായി. മൊയ്നലി ശിഹാബ് തങ്ങൾ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മനസ്സും ശരീരവും ആരോഗ്യത്തോടെ സൂക്ഷിക്കാൻ പ്രവാസികൾ ശ്രദ്ധ ചെലുത്തണമെന്ന് തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. SICക്ക് കീഴിൽ ആരംഭിക്കാനിരിക്കുന്ന അൽബീർ ട്യൂഷൻ സെന്റർ പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തി. അബു ജിർവാസ് മൗലവി മുഖ്യപ്രഭാഷണം നടത്തി. ഉമർ അലി ഹസനി, സവാദ് ഫൈസി വർക്കല, ഇബ്രാഹിം ഓമശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. മുസ്തഫ ദാരിമി, ഷിഹാബ് താനൂർ, സക്കറിയ ഫൈസി എന്നിവർ നേതൃത്വം നൽകി. കുവൈറ്റ് ഇന്ത്യൻ റെസ്റ്റോറന്റ് അസോസിയേഷൻ മീറ്റപ്പ് സംഘടിപ്പിച്ചു. മെഹബുല കാലിക്കറ്റ് ലൈവ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി സിദ്ദിഖ് വലിയകത്ത് ഉദ്ഘാടനം ചെയ്തു. റഷീദ് തക്കാർ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് ബെന്നി തോമസ്, ഷെഫ് ടോണി, ഷിബിൽ റഷീദ് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. ഹോട്ടൽ സ്ഥാപനങ്ങളിൽ നിന്നും മരണപ്പെട്ട 4 തൊഴിലാളികളുടെ കുടുംബത്തിന് 20 ലക്ഷത്തോളം രൂപ ധനസഹായം നൽകിയതായി ഭാരവാഹികൾ അറിയിച്ചു. ബഷീർ ഉദിനൂർ, സജീവ് സൺറൈസ്, നിഹാസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ദമാം ദളം വാർഷിക സംഗമവും ആദരവും സംഘടിപ്പിച്ചു. 10-12 ക്ലാസുകളിൽ പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സ്നേഹോപഹാരം നൽകി ആദരിച്ചു. പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന കൂട്ടായ്മയിലെ അംഗം KP ജോസിന് യാത്രയയപ്പ് നൽകി. ബിജു കാവുംപുറം വാർഷിക പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജോർജ് ഈപ്പൻ, റഫീഖ് കൂട്ടിലങ്ങാടി, രാജു ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറം സേവന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രവാസികൾക്കായി നൽകുന്ന റമദാൻ കിറ്റുകളുടെ വിതരണത്തിന് തുടക്കമായി. ചടങ്ങിൽ BKSF ടീം അംഗങ്ങളായ ബഷീർ അമ്പലായി, നജീബ് കടലായി, അൻവർ കണ്ണൂർ തുടങ്ങിയവർ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പൌരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ നടപടി മാനവികതയോടും രാജ്യത്തിന്റെ പാരമ്പര്യത്തോടും ജനങ്ങളോടുമുള്ള തുറന്ന വെല്ലുവിളിയാണെന്ന് OSCE ഇൻകാസ് ഖത്തർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപാണ് ആഭ്യന്തര മന്ത്രാലയം പൌരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് ജനങ്ങളെ വിഭജിക്കാനും വർഗീയ വികാരം കുത്തിയിളക്കാനും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ കാറ്റിൽ പറത്താനുമുള്ളതാണ്. തുല്യാവകാശങ്ങളുള്ള ഇന്ത്യൻ പൌരന്മാരെ പല തട്ടുകളാക്കാനുള്ള ഈ നീക്കം ഒറ്റക്കെട്ടായി എതിർക്കണമെന്നും ഇൻകാസ് ആവശ്യപ്പെട്ടു. ബഹ്റാനിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട KMCC കോഴിക്കോട് ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണവും പ്രവർത്തക കൺവെൻഷനും നടന്നു. മൻസൂർ അഹമ്മദ് അധ്യക്ഷത വഹിച്ച പരിപാടി KMCC വൈസ് പ്രസിഡന്റ് കുട്ടൂസ മുണ്ടേരി ഉദ്ഘാടനം ചെയ്തു. ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, AP ഫൈസൽ, ഷെരീഫ് വില്യാപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കപ്പെട്ടു. ഷമീർ കൊടിയത്തൂരിനെ പ്രസിഡന്റായും റഷീദ് മാളിയേക്കൽ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ജുനൈദ് കാസർഗോഡാണ് ട്രഷറർ. ആഷിഫ നെല്ലിക്കുന്ന്, സഫീർ മണലൊടി, ടൈറ്റസ് ഇംകോ, ഫസൽ ജുഫ്രി എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും തെരഞ്ഞെടുത്തു. മുജീബ് കളത്തിൽ, അഷ്റഫ് ആലുവ എന്നിവർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി.
ഈ വാർത്തയോടെ ഇന്നത്തെ മിഡീസ് ടവർ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ലൈഫുമായി അജി കുഞ്ഞുമോൻ വരും. നമസ്കാരം.